ശ്രീറാം സാംബശിവറാവു പുതിയ എക്സൈസ് കമ്മീഷണർ. കോടതി ഉത്തരവിനെ തുടർന്നാണ് IAS ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. ആദ്യമായാണ് എക്സൈസ് കമ്മീഷണറായി IAS ഉദ്യോഗസ്ഥൻ എത്തുന്നത്. സംസ്ഥാനത്ത് എക്സൈസ് കമ്മീഷണർ പദവിയിലേക്ക് ആദ്യമായി ഒരു IAS ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീറാം സാംബശിവറാവു ആണ് പുതിയ എക്സൈസ് കമ്മീഷണർ. നിലവിലെ എക്സൈസ് കമ്മീഷണർ MR അജിത്കുമാറിനെ മാറ്റണമെന്ന് എക്സൈസ് മന്ത്രി M ലിജു മുഖ്യമന്ത്രിയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വിരമിച്ചവരെയും ചില IPS ഉദ്യോഗസ്ഥരെയും ഈ പദവിയിൽ നിയമിക്കുന്നതിനെതിരെ IAS അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥനെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. കാലങ്ങളായി എക്സൈസ് ഫോഴ്സ് ഒരു യൂണിഫോംഡ് ഫോഴ്സ് ആയതിനാൽ അവരെ നിയന്ത്രിക്കാൻ ADGP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥരെയാണ് സാധാരണയായി നിയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ IAS ഉദ്യോഗസ്ഥരെ നിയമിച്ച നീക്കത്തിൽ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അമർഷം പുകയുന്നുണ്ട്. കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ വാദങ്ങൾ നടന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഏതൊക്കെ തസ്തികകൾ കേഡർ തസ്തികകളായി നിശ്ചയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനെന്നിരിക്കെ എക്സൈസ് വകുപ്പിലെ ഈ പുതിയ മാറ്റം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ഭരണതല ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ജനം, തിരുവനന്തപുരം.